പൈനാപ്പിൾ കിച്ചടിയാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. അതിനാവശ്യമായ ചെറിയ പൈനാപ്പിൾ അരിഞ്ഞ് പാത്രത്തിൽ വെച്ചിട്ടുണ്ട്. 3 പച്ചമുളക്, ആവശ്യത്തിനുള്ള കരിവേപ്പില, അരമുറി തേങ്ങ, വെളുത്തുള്ളി 6 അല്ലി, ആവശ്യത്തിനുള്ള തൈര് മിക്സിയിൽ അടിക്കരുത്, തവി കൊണ്ട് കടഞ്ഞു വെക്കുക. നമ്മൾ പൈനാപ്പിൾ അരിഞ്ഞു വെച്ച പാത്രത്തിലേക്ക് വേകുന്നതിന് ആവശ്യമായ വെള്ളം വെച്ച് സ്റ്റൗവിൽ വെക്കാം. അടപ്പടച്ച് വേഗം വെക്കാം. ആ സമയത്ത് എടുത്തു വെച്ച തേങ്ങയും വെളുത്തുള്ളിയും പേസ്റ്റ് രൂപത്തിൽ മിക്സിയിൽ ജാറിൽ അരച്ചെടുക്കാം. പൈനാപ്പിൾ വെന്ത് വരുന്നുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പുകൂടി ചേർത്ത് നന്നായി ഇളക്കി വെള്ളം കുറുകി വരുന്ന സമയത്ത് അരച്ചു വെച്ച തേങ്ങയും ചേർക്കാം. തേങ്ങ നന്നായി യോജിപ്പിക്കുക. തേങ്ങ ചേർത്ത ശേഷം ഒരുപാട് തിളയ്ക്കാൻ പാടില്ല. ചെറിയൊരു തിള പൊട്ടുമ്പോഴേക്കും ഗ്യാസ് ഓഫ് ചെയ്യുക. കറിയുടെ അരപ്പെല്ലാം തണുത്തു വന്നതിലേക്ക് 2.5 കപ്പ് പുളിയില്ലാത്ത തൈര് കൂടി ചേർത്ത് യോജിപ്പിച്ച് ഉപ്പുണ്ടോ എന്ന് നോക്കി ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർക്കാം. പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് അത് ചൂടാകുന്നതിലേക്ക് 1/4 ടീസ്പൂൺ കടുക് കൂടി ഇടുക. കടുക് പൊട്ടി വരുന്നതിലേക്ക് 2 വറ്റൽമുളക് മുറിച്ചത്, ചെറിയ പീസ് ഇഞ്ചി അരിഞ്ഞത്, 3 കൊച്ചുള്ളി ചെറുതായി അരിഞ്ഞത്, 2 തണ്ട് കരിവേപ്പില ഇവ ചേർത്ത് മൂപ്പിച്ച് എടുക്കാം. മൂപ്പിച്ചെടുത്തത് കറിയിലേക്ക് ചേർത്ത് ഇളക്കിയെടുക്കാം. അതിനുശേഷം ഒരു സർവിംഗ് ബൗളിലേക്ക് മാറ്റാം. പൈനാപ്പിൾ കിച്ചടി റെഡി ആയിരിക്കുകയാണ്. ഈ രീതിയിൽ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. ഇൻഗ്രീഡിയൻസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ട്രൈ ചെയ്യുക. മാത്രമല്ല, ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ കമന്റ്സ് രേഖപ്പെടുത്തുക. താങ്ക് യു.